എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CPM-ൽ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രമുഖ ജ്യോതിഷിയായ മാധവ പൊതുവാളെ കണ്ടിട്ട് ഭാവി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന്. അപ്പോൾ ഇക്കഴിഞ്ഞ CPM സംസ്ഥാന സമിതിയിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു നേതാവായ P. ജയരാജനാണ് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ P. ജയരാജൻ്റെ ഭാഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഗോവിന്ദൻ മാഷ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന്. അപ്പോൾ ഈ ജ്യോതിഷയെ കാണാൻ പോയി ജ്യോതിഷയെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിൽ പ്രചാരണം നേടിയിരുന്നു. അപ്പോൾ അത് പ്രചരിപ്പിച്ചതിന് പിന്നിലും P. ജയരാജൻ്റെ പങ്കാണ് എന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തുടക്കം മാത്രമാണെന്ന്. അതായത് P. ജയരാജൻ ആ പാർട്ടി പിടിച്ചെടുക്കാൻ ശക്തമായ നീക്കം ആരംഭിച്ചു എന്ന്. അതായത് കണ്ണൂർ ജില്ലയിൽ വലിയൊരു ഫാൻസ് ഉണ്ട് P. ജയരാജന്. സാധാരണ പിണറായിക്കാളും നല്ല രീതിയിൽ ഫാൻസ് കണ്ണൂർ ജില്ലയിൽ P. ജയരാജനുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് P. ജയരാജനെ പാർട്ടിയിൽ നിന്ന് വെട്ടി നിർത്തപ്പെടുന്നത്? അതായത് അമിതമായ പിണറായിക്കാളും സ്വാധീനം കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നും പിന്നെ അണികൾ തന്നെ ജയരാജനെ പുകഴ്ത്തുന്നു, പാട്ടെഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പിണറായി തന്നെ മുൻകൈ എടുത്തിട്ട് എന്താ പറയേണ്ടത് ഈ P. ജയരാജനെ വെട്ടി നിരത്തുന്നു. അതിനുശേഷം എന്തൊക്കെ കോലാഹലങ്ങളുണ്ടായി. അത് പിണറായി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വ്യക്തിപൂജ പാർട്ടിക്ക് പാടില്ല. അതിനുശേഷം ഇവിടെ പിണറായി സ്തുതിച്ചുകൊണ്ട് വലിയ എന്താ പറയേണ്ടത് തിരുവാതിരക്കം കാരണഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തിരുവാതിരൊക്കെ അരങ്ങേറി. അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ എന്താ പറയേണ്ടത് കമാന്നൊരു അക്ഷരം ഇണ്ടാത്ത പിണറായിക്ക് പണി കൊടുക്കാൻ തന്നെയാണ് P. ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗോവിന്ദൻ മാഷ് ജ്യോതിഷയെ കണ്ട വിഷയം സോഷ്യൽ മീഡിയ വഴി ചർച്ചയാക്കുന്നതും അത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഗോവിന്ദ മാഷ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അപ്പോൾ ഈ P. ജയരാജൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ മാഷ ഒന്ന് താറടിക്കുക. അദ്ദേഹം ഓൾറെഡി ഒരു കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. ഈ അപ്പം ഗോവിന്ദം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഖ്യധാര മാധ്യമങ്ങൾ വരെ പറയുന്നത് അപ്പം ഗോവിന്ദൻ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോമഡി കഥാപാത്രം ഒന്നും കൂടി എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ തലക്കൊരു ആണിയടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ P. ജയരാജൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ P. ജയരാജനുമായി ബന്ധപ്പെട്ട അതായത് PJ ആർമി എന്നാണ്. അതായത് P. ജയരാജൻ ചിലവും കൊടുത്ത് എന്താ പറയേണ്ടത് പോറ്റുന്ന ഒരു ടീമാണ് ഈ PJ ആർമി എന്നാണ്. സോഷ്യൽ മീഡിയ ടീമാണ് PJ ആർമി. അപ്പോൾ അവരെന്നെ എന്തിനാണ് ഈ ഗോവിന്ദൻ മാഷി എന്താ പറയുക ജ്യോതിഷി കണ്ടെന്ന കാര്യം വ്യക്തമായി സൈബർ ഇടങ്ങളിൽ അവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് PJ ആർമിയുടെ പേരിലല്ല പല ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവർ തന്നെ പ്രചാരണം നടത്തുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ CPM-ന് തുടർഭരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് അവിടെ മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ആ സാധ്യത ആരായാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷിയുടെ അടുത്ത് പോയത്. അതായത് പിണറായി എന്തായാലും ഇനി 3ാം തവണയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നങ്ങളും പാർട്ടിയിൽ നിന്ന് ഉയരുന്ന എതിർപ്പും കാരണം എന്താ പറയുക എനിക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അതായത് പ്രശ്നം വെച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യോതിഷയെ കാണാൻ പോയത്. അപ്പോൾ എന്ത് തന്നെയാലും ജ്യോതിഷി കൊടുത്തതെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യണം. അതായത് ഗോവിന്ദൻ മാഷ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല, അതായത് ജാതകവശാൽ അതിന് അനുഭവ യോഗ്യതയില്ല എന്ന മറുപടിയാണ് ഈ ജ്യോതിഷി കൊടുത്തത് എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഗോവിന്ദൻ മാഷിനെ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പരിഹാരക്രിയ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ജ്യോതിഷവശാൽ ഓരോ കാലഘട്ടങ്ങളുണ്ടാവുമല്ലോ, ചില എന്താ പറയുക ശനിദശ, അങ്ങനെ ഓരോ ദശാകാലഘട്ടങ്ങളുണ്ടാവുമല്ലോ. ആ ദശാകാലഘട്ടങ്ങൾക്കനുസരിച്ച് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മറികടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ആരാഞ്ഞു. അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പൂജാതി ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം സംഭവിക്കാം എന്നുള്ളൊരു മറുപടിയാണ് ഈ ജ്യോതിഷി MV ഗോവിന്ദന് കൊടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത് പാർട്ടി തലത്തിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയെന്ന് തന്നെയാണ് എന്താ പറയേണ്ടത് ഇത് പാർട്ടി തലത്തിൽ വലിയ രീതിയിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് P. ജയരാജൻ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ വലിയൊരു കാരണമുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് തന്നെ ഗണപതി മിത്താണ്, അതായത് ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ഇതിനെയൊക്കെ സനാതന ധർമ്മത്തെയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ, അതായത് പാർട്ടിയിൽ ഈ അടുത്ത കാലത്ത് STP എന്നും മറ്റേ ഇവിടുന്നൊക്കെ പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിത ഭീകര സംഘടനകളിൽ നിന്ന് കീറിപ്പറ്റിയ സഖാപ്പികൾ ഇങ്ങനെ നിരന്തരം ഹൈന്ദവ സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും ആക്ഷേപിക്കുമ്പോൾ ഈ എന്താ പറയുക CPM-ലെ ഹൈന്ദവ സഖാക്കന്മാർ അതിൻ്റെ കൂടുകയും അത് ഏറ്റെടുക്കുകയും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗണപതി മിത്താണെന്ന് പറയാൻ കാണിച്ച ധൈര്യം മറ്റു ദൈവങ്ങളും മിത്താണെന്ന് കാണിക്കണം. അത് പല ചാനൽ ചർച്ചയിലും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അതായത് ഗണപതി മിത്ത ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞില്ലേ, ആ ചോദ്യം എന്താ പറയുക നിങ്ങൾ മറ്റില്ല, അതായത് യേശുക്രിസ്തു മുഹമ്മദ് നബി ഇവരൊക്കെ മിത്താണോ എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയേണ്ടത് ഒരു കമാന്ന് അക്ഷരം മിണ്ടാത്ത ആൾക്കാരാണ് ഈ നാട്ടിലെ CPM-ന്റെ പ്രതിനിധികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരം എന്താണ് ജ്യോതിഷികളെ കാണുകയും പരിഹാരക്രിയകൾ അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താ പറയുക ഈ നേതാക്കന്മാർ കൊണ്ടുകിടക്കുന്നു. അപ്പോൾ അണികളോട് പറയും നിങ്ങൾ അതൊന്നും ചെയ്യരുത്. അത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതായത് അവരുടെ വീട്ടിൽ സഖാക്കന്മാരുടെ വീട്ടിൽ ഗണപതി ഹോമം നടത്താൻ പറ്റില്ല, അവിടെ മുത്തപ്പൻ തെയ്യം കെട്ടാൻ പറ്റില്ല, അങ്ങനെയുള്ള പല എന്താ പറയുക പ്രോട്ടോകോൾസും അണികളോട് പറയുന്നത്. പക്ഷേ ഇവരെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് മുമ്പ് ചരിത്രം തൊട്ട് നോക്കുകയാണെങ്കിൽ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. മുമ്പ് നായനാർ അവർ ഭാര്യ ശാരദ ടീച്ചർ അമ്പലങ്ങൾ കയറിറങ്ങുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി എന്ന് പറയുന്നവർ കാടാമ്പുഴ പൂമൂടൽ ഇതൊക്കെയായിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാലത്തൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ പറ്റുമോ
എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആരാഞ്ഞിരുന്നു. അതായത് ജ്യോതിഷയെ കണ്ടിട്ട് കാടാമ്പുഴയിൽ പൂമൂടൽ അങ്ങനെയുള്ള ശത്രുസംഹാര പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ എന്താ പറയുക പല നേതാക്കന്മാരൊക്കെ ഈ അവരുടെ ഭാര്യമാരെ വിട്ടിട്ടാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ. ഇവരൊക്കെ ബേസിക്കലി എന്ന് വെച്ചാൽ നേതാക്കന്മാരൊക്കെ വലിയ വിശ്വാസികളാണ്. ഈ പുറത്ത് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതിനെ എന്താ പറയുക അപമാനിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. രാത്രി സന്ധ്യാനേരത്ത് വീട്ടിൽ വന്ന് ജപം നാമജപം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ MV ഗോവിന്ദൻ്റെ സ്ഥലമായ ആന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സഖാക്കന്മാർ അയോധ്യയിൽ പോയിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഈ അയോധ്യ ക്ഷേത്രം ഈ എന്താ പറയുക ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ആന്തൂർ മുനിസിപ്പാലിറ്റി ഈ എന്താ പറയുക പറശ്ശിനിക്കടവ് ആ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അയോധ്യയിലേക്ക് പോയിട്ട് ഇനിയും പോകാൻ നിൽക്കുകയാണ്. ഒരുപാട് സഖാക്കന്മാരാണ്. അപ്പോൾ സഖാക്കന്മാർ ഇത്രയുള്ള വലിയ ആൾക്ക് ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് അമ്പലങ്ങൾ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അണികളോട് പറയും. അപ്പോൾ മൂത്ത സഖാക്കന്മാരൊക്കെ അതപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ പഞ്ചായത്തിലേക്ക് ആന്തൂർ ആ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരുപാട് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ അയോധ്യയിൽ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും CPM ഇത് വലിയൊരു വിവാദത്തിന് CPM ഇപ്പോഴത്തെ ഒരു നേതൃത്വം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയ വിവാദമാക്കില്ല. പക്ഷേ എന്തായാലും P ജയരാജൻ വിട്ടുകൊടുക്കില്ല. അതായത് ഇവരിന്നൊക്കെ വ്യത്യസ്തമായിട്ട് P ജയരാജനെ കുറിച്ച് എന്ത് തന്നെ പറഞ്ഞോട്ടെ, P ജയരാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതായത് അദ്ദേഹം യമരാജനാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒരുപാട് കൊലപാതകങ്ങൾ സീരീസ് ഓഫ് മേഡേഴ്സിൻ്റെ തലപ്പത്ത് അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളാണ്. അങ്ങനെ ഗുണ്ടകളെ കൊണ്ടുനടക്കുന്ന ആളാണ്. കൊട്ടേഷൻ ടീമിനെ കൊണ്ടുനടക്കുന്ന ആളാണ്. കൊട്ടേഷൻ ടീമിനെ ഇപ്പോൾ ചെലവും കൊണ്ടുനടക്കുന്ന ആളാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തിനാലും ഈ MV ഗോവിന്ദൻ മാഷ്, പിണറായി വിജയൻ അങ്ങനെയുള്ള നേതാക്കന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് ഈ P ജയരാജൻ. അപ്പോൾ ആ P ജയരാജൻ എന്തായാലും വെറുതെ നിൽക്കില്ല. ഇപ്പോൾ പിണറായിയുടെ മക്കളായാലും മറ്റേ MV ഗോവിന്ദൻ്റെ മക്കളായാലും പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുടെ മക്കളൊക്കെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ഹെഡും അതായത് പല സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വലിയ വൻകിട മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ P ജയരാജനെ സംബന്ധിച്ചിടത്തോളം P ജയരാജൻ്റെ മകൻ ജയൻ രാജ് വളരെ എന്താ പറയുക കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അതായത് അണികളോടൊന്ന് പറയാം എന്നിട്ട് നേതാക്കന്മാർ മറ്റൊന്ന് ചെയ്യുക. അപ്പോൾ അതെന്ത് തന്നെ P ജയരാജൻ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തിനായാലും പയ്യന്നൂരിലെ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോതിഷയെ കണ്ട് തനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് പ്രശ്നം വെച്ച് നോക്കിയിരിക്കുകയാണ്. ജ്യോതിഷവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ മോശം കാലഘട്ടമാണ്. ആ കാലഘട്ടം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി പൂജാതി ഹോമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ജ്യോതിഷി കൊടുത്തിരിക്കുന്നത്. അതായത് പല പൂജാതി ഹോമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണം. അത് വീട്ടിൽ തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആൾ തന്നെ അതിന് പ്രസൻസ് ഉണ്ടാവണം അവിടെ. അതായത് വേറെ ആൾ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ അമ്പലങ്ങളിൽ വിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പൂജാതി ഹോമങ്ങളെല്ലാം ഈ ജ്യോതിഷി പ്രിസ്ക്രൈബ് ചെയ്തത്. നേരെ മറിച്ച് ഈ വ്യക്തി തന്നെ ഈ മോശം കാലഘട്ടം അനുഭവിക്കുന്ന വ്യക്തി തന്നെ ആ പൂജാതി കർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക ആന്തൂര് ഗോവിന്ദമാഷ വീട്ടിൽ വലിയ രീതിയിൽ പൂജാതി ഹോമങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ സൈബർ സഖാക്കൾ തന്നെയാണ്. അതായത് അവരിടയിൽ പോലും ചേരിതിരിഞ്ഞ് ഈ MV ഗോവിന്ദൻ ജ്യോതിഷയെ കണ്ട വാർത്ത അവരെ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. വേറെ ഇതാരും ചോർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസ്ഥാന സമിതിയിൽ നിന്ന് തന്നെ ചോർന്ന വാർത്തയാണ്. ഫോട്ടോ സഹിതം വിവരങ്ങൾ സഹിതം ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ ഓഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല, അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്ന് അറിയില്ല. അത് വരും ദിവസങ്ങളിൽ അതിന് കറക്റ്റ് ആണെങ്കിൽ ഒതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ അത് നല്ല ഒതൻറ്റിക് ആണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അണികളൊന്ന് പറയും, നേതാക്കന്മാർ മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതായത് അണികളുടെ വീട്ടിൽ ഗണപതി ഹോമം പോലും കഴിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിനെ ജ്യോതിഷയെ കണ്ട് പൂജാതി ഹോമങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് നമുക്ക് കാത്തിരിക്കാം. ഈ ഗോവിന്ദൻ സ്വന്തം വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്ന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.